കിഴക്കേ വഴി ഇത് ഇങ്ങനെ ഇറങ്ങി പോകുന്നവന്. ഞാനിങ്ങനെ പതിയെ നിന്നു ആരാണ്ട് പുരടൻ ഇങ്ങോട്ട് വരുന്നു കഥ. ആരാണ്ട് പുരടന്മാർ ഇങ്ങോട്ട് വരുന്നെന്ന് പറയണ്ട. ഏത് പുരടനാണെന്ന് അറിയത്തില്ല. ഏത് പുരടൻ കറിയുണ്ടോ? ചോറിന് വല്ല കറിയുണ്ടോ? എന്തുവാ? ചമ്മന്തി. മുമ്പിച്ചോട്ട് അടിക്കുന്നു. സ്വാമി 11 മണി വരെ ഇതിനകത്തുണ്ടായിരുന്നു. അത് ഞാൻ കണ്ട് ഇവന്മാരും ഉണ്ടായിരുന്നു. സ്വാമിയും ഉണ്ടായിരുന്നു അതിനകത്ത്, ഇവന്മാരും ഉണ്ടായിരുന്നു. ഈ പണിക്കാരും ഇതിനകത്തുണ്ട്, സ്വാമിയും ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്തോ? ഇതിനകത്തല്ല, അതിനകത്ത് പണിക്കാരിനകത്തോ? 11 മണിക്കാണ് പോയത് സ്വാമി. എപ്പോഴെങ്കിലും പോട്ടെ, നമുക്ക് നോക്കാൻ നൽകേണ്ട കാര്യം. നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ മണ്ടയ്ക്കൊന്നും അടിക്കണ്ട ആരായാലും. സ്വാമി ഏത് വരാനിരിക്കും. ഞാൻ പറഞ്ഞു ആരും അടിക്കുന്നതെന്ന് അറിയത്തില്ല. അടിക്കുമ്പോ എനിക്കറിയാം നല്ലോണം നീറും. അതുകൊണ്ട് ഇവിടെ എല്ലാം നമുക്ക് നീറും ഇത് പരട്ടിയിട്ട്. വിഷാദവും എല്ലാം കൂടെ അടിക്കുക. ഭയങ്കര രോഗമല്ല പെണ്ണുങ്ങളെ കാണുന്ന രോഗം. പെണ്ണുങ്ങളെ കാണുന്ന രോഗമാണ് ഓരോമാർക്ക്. എന്താ രോഗമാണെന്ന് മനസ്സിലാവും. പെണ്ണുങ്ങളെ കാണുമ്പോൾ കടിരോഗം. എന്റെ ബുധൻ നല്ല സ്ഥാനത്ത്, അതുകൊണ്ട് എന്റെ ബുധൻ കന്നിരാശിയില. ബുധൻ കന്നിരാശിയിലുള്ളവരെ കണ്ട എന്തുവാ പ്രായം പറയത്തില്ലെന്ന് എന്നോട് ഡൽഹി ചെന്നപ്പോഴും ചോദിച്ചു. 17 വർഷത്തെ നിങ്ങളിവിടെ പഠിക്കാൻ വന്നതാണ്, അതുകൊണ്ട് പിള്ളേരാണ് വിചാരിച്ചെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം എന്നാ ഹോസ്റ്റലിലെ അങ്ങേര് അത് ചെന്ന ദിവസം ട്രെയിനേന്ന് ഇറങ്ങി ചെന്ന ദിവസം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കാൻ വന്നേ. 17 വർഷം നിങ്ങൾ അഡ്വക്കേറ്റ്, നിങ്ങൾ 17 വർഷത്തെ ഇതുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ ഞാൻ 2001 പാസ് ഔട്ട് ആയതാ LLB എന്ന് പറഞ്ഞു. മുക്കുവിനോട് ചോദിച്ചു. മുക്കുവിന്റെ മുന്നേ വെച്ചാ പറഞ്ഞു. മുക്കുവിന്റെ മുന്നേ വെച്ചാ പറഞ്ഞത്. പിന്നെ മടിയ. അപ്പുറത്തും ഇപ്പുറത്തും കുറെ അവന്മാര് സിഗരറ്റ് വലി ഇങ്ങനെ പല പല വേലകളായിരുന്നു അവിടെ. എന്റെ ഉണ്ട് അതെല്ലാം തെളിവുണ്ട്. പോകുന്നിടത്തെല്ലാം സിഗരറ്റ് വലിയ. എറണാകുളത്ത് നിന്നപ്പം എന്തുവാ 2 അവൾമാരെ കൊണ്ടുവന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളെ എന്റെ മുറിയുടെ അപ്പുറത്ത് സിഗരറ്റ് വലിക്കുന്ന വ്യക്തിയെ. ഞാൻ പോകുന്ന ദിവസം അവളും പോയി. അവിടുന്ന് പോകുന്ന അതാ ഇങ്ങനെ പല പല കള്ളത്തരങ്ങളാ. എന്റെ മുറിയുടെ അപ്പുറത്തെ ഒരു ശ്വാസം എന്ന് പറയുന്ന ഫ്ലാറ്റിൽ താമസിച്ചപ്പം അതിനപ്പുറത്തെ റൂമില് എന്തുവാ ഒരു ബാൽക്കണി ഉണ്ട്. അതിന്റെ അവിടെ ഇങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിക്കാം. നമ്മുടെ മുഖത്തോട്ട് എന്നിട്ട് പുകയടിക്കാനായിട്ട് സിഗരറ്റ് പുക. ഇവളിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ച് ഇങ്ങനെ ഇരിക്കുകയുള്ളു. അതുപോലെ എന്തുവാ ഇവിടെ എന്റെ പേര് ശുഭ്രാം കോംപ്ലക്സിൽ വെച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുറിയുടെ ഇപ്പുറത്ത് തന്നെ ഇതുപോലെ സിഗരറ്റ് വലിക്കുന്ന ഒറ്റയെ കൊണ്ടുവന്നിട്ട് അവൾ ഒരു ദിവസം ഞങ്ങൾ ഗ്യാസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. മുറിക്കകത്ത് ഭയങ്കര ഏതാണ്ടൊക്കെ മണം പുക പോലത്തെ. ഞാൻ വിചാരിച്ചു ഗ്യാസ് ഞാൻ ഓഫ് ചെയ്താൽ കരിയാണെന്ന് വെച്ച് ഞാൻ മുക്കും കൂടെ ഓടി. അത്രയ്ക്ക് മണവാ. ഇതുപോലെ നമുക്ക് വരത്തില്ലേ പുക മണം. ഓടിച്ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് എല്ലാം ഓഫാക്കി. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സിഗരറ്റും കൊണ്ട് ഇരിക്കും. അപ്പൊ സിഗരറ്റ് നമ്മുടെ അച്ഛനൊക്കെ സിഗരറ്റ് വലിച്ചു വെച്ചില്ലയോ, അതിന്റെ കീഴായിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. ഇതുപോലെ സിഗരറ്റിന്റെ മണം വന്നിട്ടില്ല ഇതുവരെ. ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ഇത്രയ്ക്ക് മണവും പുകയും എന്തോ കൊള്ളു പോകണം. അപ്പൊ ഇവരുടെയൊക്കെ മുഖം, സിഗരറ്റ് വലിക്കുന്നവരുടെ മുഖം പിന്നെ കാണാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. അപ്പൊ സിഗരറ്റ് വലിക്കുന്നവരുടെ മുഖമേ പിന്നെ കാണാനേ പറ്റത്തില്ല. കറുത്ത് കരിവാളിച്ചിരിക്കുമായിരിക്കുമല്ലോ ഈ സിഗരറ്റ് വലിക്കുന്നവരുടെ മുഖം. അതൊന്നറിയണ്ടായോ? അപ്പൊ സിഗരറ്റ് വലിക്കുന്നവരുടെ മുഖം ദേഹമായിട്ട് നോക്കുമ്പോൾ കറുത്ത് കരിവാളിച്ചിരിക്കും. എന്തെല്ലാം വേലകളാ. ഇവിടെ എന്റെ കൊച്ചിനെ എന്തൊക്കെ വലിക്കുമായിരുന്നു നല്ലപോലെ ബനാന സിഗരറ്റ്. വലിക്കാത്തൊന്നും അല്ല എന്റെ അച്ഛൻ. ഇതൊക്കെ ഞാൻ കണ്ടു വളർന്നതാ. എന്റെ അച്ഛൻ നമ്മൾ ശരിക്കും ഓരോ പാക്കറ്റ് സിഗരറ്റ് എത്രയായിരുന്നു അമ്മേ? ഒരു ബനാനയും കൊണ്ടായിരുന്നു ദിവസം ഇവിടെ വരുന്നത്.
കാണാത്തൊന്നുമല്ല, ഞാൻ ദീപാവലിക്കെല്ലാം കണ്ടു വന്നതാ. പനാമയും കണ്ടുപിടിക്കുന്നതല്ല, ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. കണ്ടുപിടിക്കുന്ന കുറവായിരുന്നു. അല്ല അതൊക്കെ കണ്ടതാണ് ഞാൻ പറയുന്നത്. സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിക്കുമായിരുന്നല്ലോ ശരിക്ക്. എനിക്കറിയാന്നില്ല ഞങ്ങളെ പഠിപ്പിക്കുമ്പോ ദിവസം ഓരോ സിഗരറ്റ് വലിക്കത്തുള്ളൂ. ഓരെണ്ണമോ? ഒരു പാക്കറ്റ് സിഗരറ്റാണ്. ഒരു പാക്കറ്റ് സിഗരറ്റും കൊണ്ടാ പനാമയുടെ വരുന്നത്. നമ്മൾ ഉണ്ടായി ഒരു സിഗരറ്റ് വലിക്കുന്നത്. ഒരു സിഗരറ്റ് പോലും അത് വലിക്കുന്നതിന്റെ പുറകിലാണ് കസേരയിലെ ഈ കസേര നിൽക്കുമ്പോൾ അതിന്റെ പുറകിൽ അച്ഛന്റെ പുറകിലാണ് നിന്നത്. എന്റെ മുഖവും പൊള്ളുന്നതിനെ ഒന്ന് കൊല്ലുന്നു. ഇപ്പം സിഗരറ്റ് എവിടെയോ വലിച്ചാൽ ഇവിടോട്ടാ പുക വരുന്നത്. എന്തെല്ലാം എവിടൊക്കെയോ പുകയിട്ടാ നമ്മുടെ മുറിക്കാത്ത പുക വരുന്നത്. എവിടൊക്കെയോ പുകയിട്ടാ ഇനി മുറിക്കാത്ത പുക വരും. അത് വലിയൊരു ടെക്നോളജി എന്തായാലും. $50 വയസ്സായി അതെല്ലാം പറഞ്ഞവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ചീത്തവിളിയുടെ അങ്ങേയറ്റത്തെ പാഴന്യം. ഇങ്ങനെയാണോ ചീത്ത വിളിക്കുന്നത്? ഏത് മനുഷ്യൻ ഇങ്ങനെ വിളിക്കും ചീത്ത? ഇപ്പോഴത്തെ ചീത്തവിളി കേൾക്കണം പൊന്നച്ച. എന്തൊരു ചീത്തവിളി ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്തവിളിയാ. എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. കൂടെ അവൻ പറയുന്നു സ്വാമി കമ്പിവടിയായിട്ട് വന്ന് കമ്പിവടിയായിട്ട് ഇവൻ എന്തോ കഥ ഇതുപോലെ കൊണ്ടാക്കുന്നു. ഇവൻ പണ്ട് എന്തുവാ ഇവന്റെ മോൻ ഇതുവഴി പോയപ്പോ പറഞ്ഞ ഞാൻ അവന്റെ മോന്റെ അടുക്കാണ് ഗർഭം ധരിച്ചത്. ഗർഭമാണ് എനിക്ക് തോന്നിയാത്ത കഥകൾ എങ്ങനെയാ ഉണ്ടാക്കുന്നത്. എന്റെ ഈ തെളിവുണ്ട്. എവിടെയോ കിടന്ന തമിഴന്മാർ ഇവിടുത്തെ കഥകളല്ലായിരുന്നു അവിടെ പറയുന്നത്. ഗർഭം ധരിച്ച കഥയും ഗർഭം അലർത്തിയ കഥകൾ എന്തെല്ലാം കഥകളാണ് അവിടെ ഇവിടുന്ന് പറയുന്നത്. എന്റെ തെളിവ് കിടപ്പുണ്ട് എന്റെ ഫേസ്ബുക്കിൽ. അവൾ പറഞ്ഞ കുറെ എല്ലാം പിടിക്കാൻ ഇട്ടിട്ടുണ്ട്. ആ കള്ളി തമിഴ് കള്ളി അവളുടെ ഫോട്ടോയും എല്ലാം ഉണ്ട്. അവിടെ എവിടെ പോയാലും പിടിക്കാനുള്ളതുണ്ട്. അവിടെ മോനെ അവിടെ ഭർത്താവിനെ എല്ലാം പിടിക്കാൻ. അവിടെ പെങ്ങളെ എല്ലാം അവന്റെ പെങ്ങളെ എല്ലാം അവനെ അവിടെ ഡൽഹി കാണിച്ചു തന്നത്. തോന്നിയാസം കാണിച്ചമാരെ എല്ലാം ഉണ്ട് കയ്യിൽ. കുറെ കാണിച്ചു തോന്നിയാസം. ഇവിടെയാണ് തുടങ്ങി ഇവന്. ഉണ്ടായിരിക്കും അവിടെ വെണ്ണുമ്പടേക്കൊരു ഗർഭം ഉണ്ടായിരുന്നു. ഇവൻ ഇതുവഴി പോയാ പറഞ്ഞ വയ്യെ പോയാ എനിക്ക് ഗർഭം ഉണ്ടാവുന്നു. വയ്യെ നടന്നാൽ അവൻ ആശുപത്രിക്ക് പോലും അവന്റെ വെണ്ണുമ്പടേക്കൊരു ഗർഭം ഉണ്ടായിരുന്നു. അത് തന്നെ. ആശുപത്രി കിടന്നപ്പോഴേ ഗർഭം ഉണ്ടായി വന്ന 10 മാസം തികയുന്നതിന് മുമ്പ് ആശുപത്രിയിൽ നിന്ന് 10 മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച്. എന്നിട്ട് കഥയായിരുന്നു അവന്റെ പച്ചല്ല അവനെ കാണുന്ന പോലെ ഇരിക്കുക. എന്നിട്ട് കൊച്ചനെ എന്നിട്ട് അവന്റെ പച്ചല്ല കൊച്ചിനെ കൊടുത്തല്ല അവള് പറയാനേ ഞങ്ങളുടെ കൊച്ചാതിരുന്നോ ഞങ്ങൾ പോയിട്ട് ഇഷ്ടമാണ് കയ്യോകാരി പറയുക. അവരെങ്ങായിരുന്ന കൊച്ച ഇവരെ കൊണ്ടുവരത്തില്ലായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ അങ്ങോട്ട് പോയി കാണുമായിരുന്നു. ഇപ്പൊ ഞാൻ അവരോട് പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ കുറെ എണ്ണത്തിന് നമ്മളെ ഹരാസ് ചെയ്യാനായിട്ട് അങ്ങ് എത്തിച്ചിരിക്കുകയായിരുന്നു. ഹരാസ് ചെയ്യല് നമ്മൾ പേടിച്ച് കുഴി പോകുന്ന വിചാരിച്ചത്. അവസാനം ഹരാസ് ചെയ്താൽ തന്നെ പുറത്തി കെട്ടി ഓടി അവൻ അവിടുന്ന്. ഫേസ്ബുക്കിനകത്തോട്ട് ദിവസം അങ്ങോട്ട് ഇടാൻ തുടങ്ങി. ഇവൻ നീ ആരാടാ ഞങ്ങളെ ഇതാക്കാൻ? നീ ഏതാടാ? നീ എന്താ തമിഴിന് ഏതാടാ? എല്ലാം ചോദിക്കുന്നതെല്ലാം നാട്ടുകാരെല്ലാം കാണാൻ തമിഴിനെ ഓടി വിടുന്നു. ഇങ്ങനത്തെ തമിഴിനെ മറ്റവനെയൊന്നും പിടിക്കേണ്ട കാര്യം ഇരിക്കില്ല. തമിഴിനെ പറയും പനനെയൊന്നും. ഇത് മലനാട്ടിലൊന്നും പോയിട്ടുമില്ല. ചോറ് വളർന്നു